السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن على العرش استوى. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഈ റമളാനിലെ ആദ്യ 6 നോമ്പുകൾ പിടിച്ചുവിട്ടാൻ നമുക്ക് സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് പരിപൂർണ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും കർമ്മങ്ങൾ അധിഷ്ഠിതമായി മുന്നേറുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കടയുടെ ആവശ്യങ്ങൾക്കായി ബാംഗ്ലൂർ എന്ന് പോയേക്കുമായിരുന്നു. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്ന ഹഫീസ് എടുത്തിരുന്ന വിഷയങ്ങൾ നമസ്കാരം, ഖുർആൻ, അതുപോലെ തന്നെ നോമ്പ്, സക്കാത്ത് എന്നീ വിഷയങ്ങളായിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ റമദാൻ ക്വിസിൽ ഈ ഒരു വിഷയങ്ങൾ ഉൾപ്പെടുത്തുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിന്റെ ആ ഒരു ഓർഡറാണ്. നമ്മൾ 4 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ച 4 കാര്യങ്ങളുടെ ഓർഡർ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമതായി പറഞ്ഞത് അൽ അർശ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനം, അൽ മാ വെള്ളം, അൽ ഖലം പേന, അതുപോലെ തന്നെ അൽ ലൗഹുൽ മഹ്ഫൂദായ ടാബ്ലറ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അർശിനെ സംബന്ധിച്ച അള്ളാഹുവിന്റെ അർശ്. വിശുദ്ധ ഖുർആനിൽ 7 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് അർ റഹ്മാനു അലൽ അർശി ഇസ്തവ. അള്ളാഹു അർശിന്റെ മുകളിലാണ്, അള്ളാഹു അർശിൽ ഇസ്തിവായിലാണ്, അതായത് അള്ളാഹു അർശിൽ ആരോഹണം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ ഒരു ഗുണവിശേഷമാണ് എന്ത്? അള്ളാഹുവിന്റെ അർശ്. അപ്പൊ അള്ളാഹുവിന്റെ സിഫത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഈമാൻ എന്താണ് നമ്മൾ പരിശോധിക്കണം. അതായത് അള്ളാഹുവിന്റെ റസൂലും വിശുദ്ധ ഖുർആനിലും ഹദീസിലും എങ്ങനെയാണോ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചത് അത് അതേപോലെ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു എന്നതായിരിക്കണം നമ്മുടെ നിലപാട്. അതിന്റെ രൂപം മനസ്സിൽ നമുക്ക് കാണാൻ കഴിയില്ല, അതിന്റെ ഒരു ഘടന പറയാൻ നമുക്ക് കഴിയില്ല, നമുക്ക് നമ്മുടേതായ രീതിയിൽ പറയാൻ കഴിയില്ല, അതിന് മാറ്റത്തിരുത്തുകൾ വരുത്താൻ പറ്റില്ല. അതൊന്നുമില്ലാതെ അത് അതേപോലെ നമ്മൾ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. ഏത് രൂപത്തിൽ? അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ച അതേ രൂപത്തിൽ. അതാണ് നമ്മുടെ ഈമാൻ. അള്ളാഹുവിന്റെ അർശ്, അതാണ് ഏറ്റവും വലിയ സൃഷ്ടി. അള്ളാഹു സൃഷ്ടിച്ചതിൽ ഏറ്റവും വലിയത് അള്ളാഹുവിന്റെ അർശാണ്. ഇപ്പൊ 3 രീതിയിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 3 വിശേഷണങ്ങൾ. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് റബ്ബുൽ അർശിൽ അദീം, അള്ളാഹു വലിയ മഹത്തായ അർശിന്റെ റബ്ബാണ്. അതുപോലെ തന്നെ റബ്ബുൽ അർശിൽ കരീം, ഉന്നതമായ സ്ഥാനമുള്ള അർശ്. അതുപോലെ തന്നെ ദുൽ അർശിൽ മജീദ്, അതുപോലെ തന്നെ ഉന്നതമായ സ്ഥാനം എന്നതിന്റെ അർത്ഥം വരുന്ന വേറൊരു വാക്കാണ് മജീദ്. ഈ 3 വിശേഷണങ്ങളാണ് അള്ളാഹു അർശിന് നൽകിയിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം അള്ളാഹുവിന്റെ അർശും പിന്നെ അള്ളാഹുവിന്റെ കുർസിയും. നമ്മള് ആയത്തുൽ കുർസിയിൽ സ്ഥിരം പാരായണം ചെയ്യാറുണ്ട് വസിയ കുർസിയുസ് സമാവാതി വൽ അർദ്. എന്താണ് കുർസി? കുർസി എന്ന് പറഞ്ഞാൽ മൂദിഉൽ ഖദമൈൻ, അള്ളാഹുവിന്റെ കാൽ വെക്കുന്ന സ്ഥലം എന്നാണ് വ്യാഖ്യാനം. അപ്പൊ അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സിംഹാസനം, അതുപോലെ തന്നെ കുർസി എന്ന് പറഞ്ഞാൽ മൗദിഉൽ ഖദമൈൻ. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ ഒരു തഫ്സീറാണ്. അപ്പൊ ഈ ഒരു ആയത്തുൽ കുർസി എന്ന ആയത്തിന്റെ വിശദീകരണമായി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകിയ വ്യാഖ്യാനമാണ് അൽ കുർസിയു മൗദിഉൽ ഖദമൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാലുകൾ വെക്കുന്ന സ്ഥലമാണ് അൽ കുർസി. അതാണ് അള്ളാഹുവിന്റെ അർശും അള്ളാഹുവിന്റെ കുർസിയും. അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ വലിപ്പം സഹാബകളെ പഠിപ്പിക്കുകയാണ്. സഹാബകളെ മാത്രമല്ല നമ്മളെ കൂടി പഠിപ്പിക്കുകയാണ് ഒരു ഹദീസിലൂടെ. യാ അബാദർ മസ്സമാവാതു സബ്ഉ മഅൽ കുർസി ഇല്ലാ കഹൽഖതി മുൽഖാതി ബിഅർദി ഫലാ.
അപ്പൊ കുർസിയുടെ വലിപ്പം, അള്ളാഹുവിന്റെ കാലുകൾ വെക്കുന്ന സ്ഥലത്തിന്റെ വലിപ്പം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ 7 ആകാശങ്ങളെയും കുർസിയെയും അപ്പൊ അതിൽപ്പെട്ട ഭൂമിയെയും എല്ലാ വസ്തുക്കളെയും, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, ഈ പ്രപഞ്ചവും അള്ളാഹുവിന്റെയും കുർസിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് ഒരു വലിയ മരുഭൂമി, കണ്ടെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഒരു മരുഭൂമി, അതിൽ ചെറിയൊരു മോതിരം, ഹൽക്കത്തി മുൽക്ക, നമ്മുടെ മോതിരം പോലൊരു ചെറിയൊരു ഇരുമ്പിന്റെ വട്ടം ആ ഒരു മരുഭൂമിയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് അള്ളാഹുവിന്റെ കുർസിയും നമ്മളിപ്പോൾ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ കുർസിന്റെ മുമ്പിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ്? ഒരു ചെറിയൊരു മോതിരക്കണ്ണി പോലെയാണ്. അപ്പൊ കുർസി എത്രമാത്രം വലുതായിരിക്കും? എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുർസി, അപ്പൊ ആ കുർസിയേക്കാൾ വലുതാണ് അർശ്. ഏത് രൂപത്തിൽ? ഇതേ ഉദാഹരണം തന്നെ. ഒരു വലിയ മരുഭൂമിയിൽ ആ ഒരു മോതിരം എത്രമാത്രം ചെറുതാണോ അത്രയും ചെറുതാണ് അർശിനെ സംബന്ധിച്ചിടത്തോളം കുർസി. അപ്പൊ അള്ളാഹുവിന്റെ അർശ് എത്ര വലുപ്പം ഉണ്ടാവും? അത്ര വലുതാണ് അള്ളാഹുവിന്റെ അർശ്. നമ്മൾ കാണാത്തൊരു ലോകമാണ് നമുക്ക് കാണുന്ന ഈ ചെറിയൊരു സ്ഥലം, നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ ചെറിയൊരു ഭൂമി എന്നുള്ളത്. അതിലും നമ്മൾ ഉൾക്കൊള്ളുന്ന ചെറിയൊരു മനുഷ്യരാണ് നമ്മൾ. അപ്പൊ നമ്മുടെ നിസ്സാരത എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നിസ്സാരത. ഇതൊക്കെ ഉടമപ്പെടുത്തിയ റബ്ബ്, ആ റബ്ബ് എന്നിട്ട് നമ്മളോട് എന്താവുകയാണ്? നമ്മളോട് കരുണ കാണിക്കുകയാണ്, നമ്മളോട് റഹ്മത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞത്. അപ്പൊ അള്ളാഹുവിന് നമ്മൾ ഒന്നും തന്നെയല്ല. ഭൂമി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ചെറിയൊരു ഭാഗം മാത്രമാണ്. പക്ഷെ നമുക്കതെങ്ങനെയാണ്? നമുക്കത് വലിയ എന്തോ സംഭവം പോലെയാണ്. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അള്ളാഹുവിന്റെ ജലാലത്തും അള്ളാഹുവിന്റെ അളമത്തും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്, അള്ളാഹുവിന്റെ ആ മഹത്വം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ആമന ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ, റസൂലി, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചാൽ, അവൻ നിസ്കാരം നിലനിർത്തുകയും ചെയ്താൽ, റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ, ആ ഒരു അടിമയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അള്ളാഹു ബാധ്യത, ആ ഒരു ബാധ്യത അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കും. അപ്പൊ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്താലും ശരി, അല്ലെങ്കിലും അവൻ തന്റെ നാട്ടിൽ തന്നെ നിന്നാലും ശരി, അള്ളാഹു അവനെ സ്വർഗത്തിലാണ്. അപ്പൊ ഈ ഒരു ഹദീസ് പറഞ്ഞപ്പോൾ സഹാബകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫലാ നുബശ്ശിറു ബിഹിന്നാസ്, ഈ ഒരു സന്തോഷ വാർത്ത നമ്മൾ ജനങ്ങളെ അറിയിക്കണ്ടേ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി മിഅത ദർജ, എന്താണ്? സ്വർഗത്തിൽ 100 തട്ടുകളുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്കായി അള്ളാഹു അത് തയ്യാറാക്കിയിരിക്കുന്നു. എന്ത്? മാ ബൈന ദർജതൈനി കമാ ബൈന സമായി വൽ അർദ്. അപ്പൊ 100 തട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ 2 തട്ടുകൾക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം പോലെയാണ്. അത്രയും അകലമുണ്ട് 2 തട്ടുകൾക്കിടയിൽ മാത്രം. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ സഅൽതുമുല്ലാഹു ഫസ്അലുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണം? ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. ഫഇന്നഹു ഔസതുൽ ജന്ന, അതാണ് എന്ത്? സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗമാണ് ഫിർദൗസ്. വഅലൽ ജന്ന, അതും സ്വർഗ്ഗത്തിന്റെ മുകളിലുള്ള ഭാഗവുമാണ്. അപ്പൊ ആ ഫിർദൗസിനെ തന്നെ നിങ്ങൾ ചോദിക്കണം എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. അപ്പൊ ഏറ്റവും നല്ല സ്ഥലത്തെ തന്നെ നമ്മൾ ചോദിക്കണം. അത് സ്വർഗത്തിന്റെ മധ്യഭാഗമാണ്, അതിന്റെ മുകൾ ഭാഗമാണ്, ഉയർന്ന ഭാഗമാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൗഖഹു അർശുർ റഹ്മാൻ, ആ ഫിർദൗസിന്റെ മുകളിലാണ് എന്തുള്ളത്? അള്ളാഹുവിന്റെ അർശ് ആ ജന്നാത്തുൽ ഫിർദൗസിന്റെ മുകളിലാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? അള്ളാഹുവിന്റെ അർശ് എവിടെയാണുള്ളതെന്ന് മനസ്സിലായി. അപ്പൊ സ്വർഗത്തിൽ ഫിർദൗസിന്റെ മുകളിൽ, വെള്ളത്തിന് മുകളിലാണ് അള്ളാഹുവിന്റെ അർശ് സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമിൻഹു തഫജ്ജർതു അൻഹാറുൽ ജന്ന, ആ അർശിന്റെ ഭാഗത്തു നിന്നാണ് സ്വർഗത്തിലെ നദികൾ ഒഴുകി തുടങ്ങുന്നത്. അപ്പൊ അതാണ് ആ അർശിന്റെ സ്ഥലവും അർശിന്റെ വലുപ്പവും. ഇനി ആ അർശിന്റെ വലുപ്പത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞ ആയത്ത് വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായത്തിൽ
والملك أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ആ സമാനിയ 8 എന്നതിന്റെ വിഷയത്തിൽ കുറെ തഫ്സീറാത്തുകളുണ്ട്. അപ്പൊ 8 എന്ന പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. അപ്പൊ 8 മലക്കുകളാണ്, അവർക്ക് മുകളിലായിട്ടാണ് എന്ത് അർശിനെ വഹിക്കുന്നത്. അപ്പൊ അർശിനെ വഹിക്കുന്ന മലക്കുകളാണ് ഇവർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, أذن لي أن أحدث عن ملك من ملائكة الله عز وجل من حملة العرش. അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന 8 മലക്കുകൾ ഉണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു മലക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ചു നൽകാൻ അള്ളാഹു എനിക്ക് ആ ഒരു പെർമിഷൻ നൽകി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ മലക്കുകൾക്ക് അള്ളാഹു വ്യത്യസ്തമായ ജോലികൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് എന്ത് ഹമലത്തുൽ അർശ്, അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ, അതാണ് ഹമലത്തുൽ അർശ്. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലക്കിന്റെ വലിപ്പം പറയുകയാണ്, ഇന്നമ ബൈന ശഹ്മത്തി ഉദ്നി, ആ മലക്കിന്റെ ചെവിയുടെ ഒരറ്റഭാഗം ഷഹ്മത്ത്, അത് മുതൽ ഇലാ ആതിർ, ആ ഒരു ഷോൾഡർ വരെയുള്ള ആ ചെറിയൊരു സ്ഥലം, മസീറത്തു 700 ആം, ഈ ചെവിയുടെ അറ്റം മുതൽ ആ ഷോൾഡർ വരെയുള്ള ആ ചെറിയൊരു ദൂരം, ആ ഒരു ദൂരം കവർ ചെയ്യാൻ 700 വർഷം സഞ്ചരിക്കേണ്ട ദൂരമുണ്ട്. ഒരു മലക്കിന്റെ വലിപ്പം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്, ചെവിയുടെ അറ്റം മുതൽ ആ ഒരു ചുമൽ വരെ 700 വർഷം നിർത്താതെ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമാണ്. അപ്പൊ ആ മലക്കിന്റെ വലിപ്പം എത്രയായിരിക്കും? അങ്ങനെ 8 മലക്കുകളാണ് എന്ത് അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്നത്. അപ്പൊ ആ അർശിന്റെ വലിപ്പമോ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകളുടെ വലിപ്പമോ, അതുപോലെ തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ട സന്ദർഭത്തിൽ പറയുകയാണ്, സദ്ദൽ ഉഫുഖ്, ആ ചക്രവാളം മുഴുവൻ മൂടുന്ന രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം 600 ചിറകുകൾ ഉണ്ടായിരുന്നു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഏത് സന്ദർഭത്തിൽ? ഹിറാ ഗുഹയിൽ നിന്ന് ആദ്യമായി നുബുവത്ത് ലഭിച്ച സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയ ഓടിയ സന്ദർഭത്തിൽ ആകാശത്തേക്ക് നോക്കിയപ്പോഴാണ് എന്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നത്. അപ്പോഴാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഓടിയതും സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിക്കൂ എന്ന് പറഞ്ഞതുമല്ല. അപ്പൊ അത്രയും വലിപ്പമുണ്ട് എന്ത് അർശ് വഹിക്കുന്ന മലക്കുകൾക്കും. അപ്പൊ അതിനേക്കാൾ വലിപ്പമാണ് എന്ത് അള്ളാഹുവിന്റെ അർശിൽ. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ എന്താണ്, അള്ളാഹുവിന്റെ അധീനതയിലാണ് ഇതെല്ലാം, അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലാണ് ഇതെല്ലാം. അതിൽ ഏറ്റവും ചെറിയ സാധനമാണ് എന്ത് ഭൂമി. ആ ഭൂമിയുടെ ഏതോ ഒരു ചെറിയ ഭാഗത്താണ് എന്ത് നമ്മളെ പോലുള്ള മനുഷ്യർ ഉൾക്കൊള്ളുന്നത്. ഭൂമിയുടെ 3/4 ഭാഗം 70% വെള്ളമാണ്. ആ ബാക്കിയുള്ള ഭാഗത്ത് ചെറിയ മനുഷ്യരായി നമ്മൾ ജീവിക്കുന്ന ഈ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ നിഷേധിക്കുന്നു, അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ്, അള്ളാഹുവിന്റെ ദീനിനെതിരെ സംസാരിക്കുന്നു, അള്ളാഹുവിന്റെ കലാമായ ഖുർആനെ പുച്ഛിക്കുന്നു, അവഹേളിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റിസാലത്ത് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രവൃത്തി ചെയ്യുന്നവർ എത്ര വലിയ അപകടത്തിലാണുള്ളതെന്ന്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ ആ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്ത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് എന്താണ് കാണിക്കുന്നത്? കരുണ കാണിക്കുന്നു. മനുഷ്യൻ ധിക്കാരം കാണിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മാപ്പാക്കി കൊടുക്കുകയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം. അപ്പൊ അടിമകളോട് അത്രയും സ്നേഹമുള്ളവനാണ് അള്ളാഹു. മറ്റൊരു ഹദീസ്, അർശുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സഹാബിയും ഒരു യഹൂദിയും പരസ്പരം തർക്കിക്കുകയാണ്. അപ്പൊ റസൂലിന്റെ കാലത്ത് ഒരു യഹൂദിയും ഒരു സഹാബിയും പരസ്പരം തർക്കിക്കുകയുണ്ടായി. അപ്പൊ ആ സമയത്ത് ആ മുസ്ലിമായ സഹാബി പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാലോകർക്കിടയിൽ തിരഞ്ഞെടുത്ത അള്ളാഹു ആണ് സത്യം. അപ്പൊ ഇത് കേട്ട യഹൂദി പറഞ്ഞു, മൂസ അലൽ ആലമീൻ, മാലോകർക്കിടയിൽ മൂസയെ തിരഞ്ഞെടുത്ത അള്ളാഹു ആണ് സത്യം. അപ്പൊ സഹാബിക്ക് ദേഷ്യം പിടിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കൈ ഉയർത്തി യഹൂദിയുടെ മുഖത്ത് അടിക്കുകയും ചെയ്തു. അപ്പൊ യഹൂദി നേരെ റസൂലിന്റെ അടുക്കിലേക്ക് വന്നു, ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു, നടന്ന കാര്യങ്ങളെല്ലാം റസൂലിനോട് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തുഖയ്യിറൂനി അലാ മൂസ, നിങ്ങൾ മൂസയേക്കാൾ എന്നെ വിശിഷ്ടപ്പെടുത്തരുത്. ഫഇന്നൻ നാസ യുസ്അഖൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മനുഷ്യരെല്ലാവരും മരിച്ചു വീഴും. ഫഖൂലു അവ്വല മൻ യുഫീഖ്, ആദ്യം ബോധം വരുന്നത് ആർക്കായിരിക്കും? എനിക്കായിരിക്കും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇദാ മൂസ ബാതിഷ് ബിജാനിബിൽ അർശ്,
അപ്പൊ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അർശിന്റെ ഒരു ഭാഗം പിടിച്ചു നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. റസൂൽ സ്വല്ലല്ലാഹു പറയുകയാണ്. അപ്പൊ ആദ്യം ബോധം വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയിട്ടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നോക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഒരു അർശിന്റെ ഒരു ഭാഗം പിടിച്ചു നിൽക്കുന്നതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. അപ്പൊ ഫല അതിരി, എനിക്കറിയില്ല അക്കാന ഫീമൻ അപ്പൊ മൂസയും മരിച്ചു വീണിട്ട് എനിക്ക് മുമ്പ് എഴുന്നേറ്റതാണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ അള്ളാഹു ഒഴിവാക്കിയവരിൽ പെട്ടവനാണോ എന്ന്. കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വനുഫിഖ ഫിസ്സൂരി ഫസഅക മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി ഇല്ലാ മൻ ശാ അല്ലാഹ് സുമ്മ നുഫിഖ ഫീഹി ഉഖറ ഫഇദാ ഹും ഖിയാമുൻ യൻദുറൂൻ. അതായത് കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും എല്ലാവരും മരണമടഞ്ഞു പോകുന്നതാണ്. ആരൊഴികെ? അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. പിന്നീട് അതിൽ മറ്റൊന്നും കൂടി ഊതപ്പെടും. അപ്പോൾ അവരതാ എഴുന്നേറ്റ് നോക്കുന്നവരായിരിക്കും. അപ്പൊ ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും എല്ലാവരും മരിക്കും, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിൽ പറഞ്ഞത്. അപ്പൊ ആ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ എന്ന് പറഞ്ഞല്ലോ, അത് മൂസയാണോ എന്ന് എനിക്കറിയില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു ഫളൽ, ഒരു ശ്രേഷ്ഠത അള്ളാഹുവിന്റെ റസൂൽ സഹാബാക്കളെ പഠിപ്പിക്കുകയാണ് ഈ ഹദീസിലൂടെ. ഇതാണ് അള്ളാഹുവിന്റെ അർശിനെ സംബന്ധിച്ച് ഇപ്പൊ ഏകദേശം ഒരു രൂപം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ അർശ് എത്രത്തോളം വലിപ്പമുള്ളതാണ്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നുള്ളത്. അപ്പൊ ആദ്യത്തെ 4 സൃഷ്ടികൾ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. അള്ളാഹുവിന്റെ അർശ്, അതുപോലെ മാ, അതുപോലെ കലം, ലൗഹുൽ മഹ്ഫൂദ്. അപ്പൊ അതിനു മുമ്പ് ഒരു സൃഷ്ടിയും ഇല്ല. അപ്പൊ ആ 4 സൃഷ്ടികളെ സൃഷ്ടിക്കുമ്പോൾ ആകാശവും ഭൂമിയും ഒന്നും തന്നെ ഇല്ല. അത് കഴിഞ്ഞ് 50,000 വർഷം കഴിഞ്ഞിട്ടാണ് അള്ളാഹു ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇനി ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയുന്ന പൊതുവായി കേൾക്കുന്ന ചില കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. അപ്പൊ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് റസൂലിന്റെ പ്രകാശമാണെന്ന് ഒരു തെറ്റായ പ്രചരണം നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. അവർ പറയുന്ന ഒരു ഹദീസ്, ഇതിന് തെളിവായി അവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അവ്വലു മാ ഖലഖല്ലാഹു നൂറ നബിയിക യാ ജാബിർ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് പറയുന്ന ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ, ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് നിന്റെ പ്രവാചകന്റെ പ്രകാശമാണ്. അപ്പൊ ആ ഹദീസ് എന്താണ്? ഒരു മൗദൂആയ, നിർമ്മിതമായ, കെട്ടിച്ചമച്ച ഒരു ഹദീസാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ പിന്നീട് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കള്ള ഹദീസാണ്. ഒരു അടിസ്ഥാനവും ആ ഹദീസിനില്ല. അതുപോലെ മറ്റൊരു ഹദീസ്, ലൗലാ മാ ഖലഖത്തുൽ അഫ്ലാഖ്, അപ്പൊ താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആകാശഗോളങ്ങളെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് മറ്റൊരു ഹദീസ്. ഇതും മൗദൂആയ ഹദീസാണ്, റസൂലിന്റെ ഹദീസ് അല്ലേ. വേറൊരു ഹദീസ്, ഈ ഹദീസ് എവിടെയെങ്കിലും കേട്ടാൽ നമ്മൾ ശ്രദ്ധിക്കണം. ലൗലാക ലമാ ഖലഖതുൽ ജന്ന, നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സ്വർഗം സൃഷ്ടിക്കുമായിരുന്നില്ല. ലൗലാക മാ ഖലഖതുൻ നാർ, നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നരകം സൃഷ്ടിക്കുമായിരുന്നില്ല. ലൗലാക മാ ഖലഖതുദ് ദുനിയ, അതുപോലെ തന്നെ ദുനിയാവ് സൃഷ്ടിക്കുമായിരുന്നില്ല. ഇതും ഒരു മൗദൂആയ, ഒരു ദഈഫായ ഒരു ഹദീസാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഹദീസ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ച് ആദം നബി അലൈഹി സ്വലാം തവസ്സുൽ ചെയ്തതായി പറയുന്ന ഒരു ഹദീസ്. അപ്പൊ ആദം നബി അലൈഹി സ്വലാം ആ ഒരു തെറ്റ് ചെയ്തു. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് ധിക്കാരം കാണിച്ചു. അപ്പൊ ആ കൽപ്പനയ്ക്ക് ധിക്കാരം കാണിച്ചപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തിയിട്ട് ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്ന് പറയുന്ന ഒരു ഹദീസാണ്. യാ റബ്ബി അസ്അലുക ബിഹഖ് മുഹമ്മദ്. അപ്പോൾ അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്ന വാക്ക്, യാ ആദം ലൗലാ മുഹമ്മദും മാ ഖലഖതുക. യാ ആദം, മുഹമ്മദ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ താങ്കളെ സൃഷ്ടിക്കുമായിരുന്നില്ല. ഈ ഒരു ഹദീസും മൗദൂആയ ഹദീസാണ്. അപ്പൊ ഈ പറഞ്ഞ 4 ഹദീസുകളും മൗദൂആയിട്ട് ആരോ ഉണ്ടാക്കിയിട്ട് അത് റസൂലിന്റെ പേരിൽ കെട്ടിച്ചമച്ച ഹദീസുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശമാണെന്നുള്ളത് അടിസ്ഥാനരഹിതമായ വിശ്വാസമാണ്. അപ്പൊ അത് വിശ്വസിക്കുക എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകൾക്കും എതിരാണ്. നമ്മൾ അതിനെ എതിര് നിൽക്കുന്നതിന് തുല്യമാണ് ഇതിൽ വിശ്വസിക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് ആ സൃഷ്ടിപ്പിന്റെ ഒരു ആദ്യ ഘട്ടം. ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അൽ അർശ്, അൽ മാ, അൽ ഖലം, അൽ ലൗഹുൽ മഹ്ഫൂദ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സിൽ ഭൂമിയുടെ ആകാശങ്ങളുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതായത് അല്ലാഹു ഇത് 4 സൃഷ്ടിച്ച് 50,000 വർഷങ്ങൾക്ക് ശേഷമാണ് ഭൂമി ആകാശങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പൊ ആ ഒരു വിഷയങ്ങളെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.